തേങ്ങയൊന്നും ചേർക്കാണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചട്നീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇഡ്ഡലിയും ദോശയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം മതിയാകും. നല്ലൊരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. തേങ്ങയില്ലാതെ തന്നെ നല്ല കൊഴുപ്പോട് കൂടിയ ഒരു ചട്നിയും കൂടിയാണിത്. അപ്പോൾ നമ്മളിത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എള്ളെണ്ണ ഒരു 1-2 ടേബിൾ സ്പൂൺ എടുക്കാം. ഇതിലുണ്ടാക്കി കഴിഞ്ഞാൽ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിലേക്ക് ഒരു സവാള ചെറുതായി എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളിയും, അതുപോലെ തന്നെ 2 പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം തക്കാളിയും, ആവശ്യത്തിനുള്ള ഉപ്പുമാണ്. അതും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ള ചട്നി ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കൊഴുപ്പിന് വേണ്ടി ചേർക്കുന്നത് ഒരു 1/4 കപ്പ് പൊട്ടുകടലയാണ്. അതും കൂടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ നിലക്കടല തൊലി കളഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്താൽ തന്നെ നമ്മൾ തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല കൊഴുപ്പോടുകൂടിയ ചട്നി നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാം പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ചെറിയ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ നമ്മളിതൊന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് തക്കാളിക്ക് പകരം ഒരു കഷ്ണം പുളിയായാലും ചേർത്താൽ മതി. അപ്പോൾ ഞാനിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നല്ല കട്ടിയില വേണമെങ്കിൽ വെള്ളം ചേർക്കുന്നൊന്ന് കുറച്ചാൽ മതി. അപ്പോൾ ലൂസായിട്ടുള്ള ചട്നി ആണെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എള്ളെണ്ണ തന്നെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കുറച്ച് ഉഴുന്നുപരിപ്പും കൂടിയും വറുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ചട്നീൻ്റെ റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഉണ്ടാക്കി നോക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ.